കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാവരും ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയാണ് നവജാത ശിശുവിനെ വഴിയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തി എന്നുള്ളത്. ഇത്തരം വാർത്തകൾ കേരളത്തിൽ എന്നും സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ പൊതുസമൂഹം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് അമ്മത്തൊട്ടിൽ എന്നുള്ളത്. അനാഥമാക്കപ്പെടുന്ന കുഞ്ഞു പൈതങ്ങളെ സംരക്ഷിക്കുവാനായിട്ട് ഉള്ള ഒരു സംവിധാനമാണ് അമ്മത്തൊട്ടിൽ എന്നത്. എന്നാൽ നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാമോ നിയമപരമായി നമുക്ക് രക്ഷകർതൃത്വം ഒഴിവാക്കുവാനായിട്ട് സാധിക്കുമെന്ന്? അതെ, ചില മാർഗങ്ങളിലൂടെ നമുക്ക് നിയമപരമായി തന്നെ നമ്മുടെ രക്ഷകർതൃത്വം ഒഴിവാക്കുവാനായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കുവാനായിട്ടും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അല്ലെങ്കിൽ CWCയിൽ നമുക്ക് കുട്ടികളെ ഏൽപ്പിക്കുവാനായിട്ട് സാധിക്കും. നിയമപരമായി തന്നെ സുരക്ഷിതമായ കൈകളിൽ കുട്ടികളെ ഏൽപ്പിക്കുവാനായിട്ട് സാധിക്കുന്ന ഏറ്റവും വലിയൊരു വഴിയാണ് CWCയിൽ കുട്ടിയെ ഏൽപ്പിക്കുക എന്നുള്ളത്. ഏത് ജില്ലയിലാണോ നിങ്ങളുള്ളത് അതത് ജില്ലയിലെ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിങ്ങൾക്ക് കുട്ടികളെ സുരക്ഷിതമായി സറണ്ടർ ചെയ്യുവാനായിട്ട് സാധിക്കും. കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളും രക്ഷകർത്താക്കളുടെ രേഖകളും അവിടെ സമർപ്പിച്ചാൽ മാത്രം മതിയാകും. കുട്ടിയെ സമർപ്പിച്ച് 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കുട്ടിയെ തിരിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ 61ാം ദിവസം മുതൽ പൂർണ്ണമായും കുട്ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ പ്രൊട്ടക്ഷനിലായിരിക്കും. അതേപോലെ തന്നെ ജനിച്ച അന്നു മുതൽ 18 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളെ നമുക്ക് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ഏൽപ്പിക്കുവാനായിട്ട് സാധിക്കും. 2015 ബാലനീതി നിയമപ്രകാരം രഹസ്യമാർഗങ്ങളിലൂടെ കുട്ടിയെ ഉപേക്ഷിക്കുന്നത് കുറ്റകരമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ 1098 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് പരാതിപ്പെടുവാനും സാധിക്കുന്നതാണ്. ഇനി സ്റ്റേറ്റ് അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസി വഴി നിങ്ങൾക്ക് കുട്ടികളെ നിയമപരമായി തന്നെ അഡോപ്റ്റ് ചെയ്യുവാനായിട്ടും സാധിക്കുന്നതാണ്. വലിച്ചെറിയുവാനോ നശിപ്പിക്കാനോ ശ്രമിക്കാതെ കുഞ്ഞു ജീവനെ സംരക്ഷിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. അവരും ഭൂമിയുടെ അവകാശികളാണല്ലോ, അവരും ജീവിക്കട്ടെ.